ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ആദ്യം കുക്കർ എടുത്തു, അതിൽ ബട്ടർ ഇട്ടു കേട്ടോ, നെയ്യിട്ടു മറന്നുപോയി. എന്നിട്ട് എണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് കാരാമ്പൂ ഇതൊക്കെ ഇട്ടു, ഏലക്കായ് അതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും എന്താ പറയുക, പെരിഞ്ജീരകം, കടുക് ഇട്ടോ, പെരിഞ്ജീരകം ഇട്ടിട്ട് ബദാമും ഉള്ളി അരിഞ്ഞതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളെ വെളുത്തുള്ളിയില്ലേ, അത് ഇതാക്കിയത് തൊലി നോക്കി നല്ല ഫ്രഷ് ആക്കി എടുത്തത് അതിട്ടു. ഇനി കുറച്ച് നേരം അത് ചൂടാവണ വരെ നിന്ന് പിന്നെ തക്കാളി മുറിച്ച് മിക്സി ജാറിലേക്ക് ഇടുക. ഒരു 2 തക്കാളിയൊക്കെ മതി, 2 തക്കാളിയോ 3 തക്കാളിയൊക്കെ എടുക്കാം, ചോറിൻ്റെ അളവിനില്ല. പിന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മറ്റേ കരിവേപ്പിൻ്റെലൊക്കെ ഇട്ട് നന്നാക്കി എടുക്കുക. എന്നിട്ട് ആ ബ്ലെൻഡ് ചെയ്ത് വെച്ച തക്കാളീൻ്റെ ഇതിൽ ഒഴിക്കുക. നന്നാക്കി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വറവായി വരുന്നു കേട്ടോ. ഇടയ്ക്ക് പുകയൊക്കെ അടിക്കുന്നുണ്ട്, അതാണ് കാണുന്നത് ഗൈസ്. നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ മുളകും പൊടി നല്ലോണം ഇട്ട് കൊടുക്കുക, കാശ്മീരി ചില്ലി കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുക്കുക, മിക്സാക്കാം. എന്നിട്ട് ചിക്കൻ മസാല ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പിടുക കേട്ടോ, ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ 2 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ 2 സ്പൂൺ എടുത്ത് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഒരു പരുവത്തിലായി വരും. എന്നിട്ട് കുറച്ച് നേരം സോയാബീൻ വലിയ സോയാബീനല്ലേ, അത് നന്നായിട്ട് ഇതാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഇടുക. അതിട്ടിട്ട് കുറേ ആവശ്യത്തിനിടാം, നിങ്ങൾക്ക് ആവശ്യത്തിനിടാം. നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ചുവപ്പ് കളറാവും, അപ്പോൾ ഉപ്പിടുക കുറച്ചും കൂടി. എന്നിട്ട് ചോറ് നമ്മൾ മാറ്റി വെച്ചതിന് ചോറ് എടുത്തിട്ട് ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്താ പറയുക, മല്ലിയില ഒക്കെ ഇട്ടിട്ട് സൂപ്പറാക്കി എടുക്കുക. ആവശ്യത്തിന് ഇടുക കേട്ടോ. നമ്മൾ മറ്റേ മിൻറ്റിൻ്റെ അതാണ്. എന്നിട്ട് ചോറിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കുക്കറിൻ്റെ അളവിന് മേലെ ഒഴിച്ച് കൊടുക്കുക. ആദ്യം മിക്സ് ചെയ്ത് വിസിലടിക്കാൻ വെക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി, അടിപൊളി കോമ്പിനേഷനാണ്.